വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ലൊക്കേഷനാണ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓസ്മോസിസ് പോലുള്ള കുറച്ച് ഫിസിക്കൽ പ്രോസസ്സുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഫുഡിൻ്റെ ട്രാൻസ്പോർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും പോർഷൻ എടുക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ എന്താണ് ട്രാൻസ്ലൊക്കേഷൻ നോക്കാം. Translocation is the bidirectional transport of food particles through phloem from source to storage region. അതായത് ഫുഡ് നമ്മളുടെ പ്ലാന്റ്സിൽ ഇലകൾ ലീഫിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതാണ് സോഴ്സ്. ആ ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് സോഴ്സിൽ നിന്ന് അത് ഏത് റീജിയനിലാണോ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ആ സ്റ്റോറേജ് റീജിയനിലേക്ക് ഫ്ലോയം വഴി ഫുഡ് പാർട്ടിക്കിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ബൈ ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആണ്. അതായത് നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് പറയുമ്പോൾ അത് അപ്വാർഡ് മാത്രമാണ്, യൂണി ഡയറക്ഷണൽ ആണെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ ബൈ ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മെക്കാനിസം, ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊന്നും ഓസ്മോസിസ്, ടെർഗർ പ്രഷർ, പിന്നെ സോഴ്സ് സിങ്ക് റിലേഷൻ. എന്താണ് ഈ ഒരു സോഴ്സ് സിങ്ക് റിലേഷൻ എന്ന് വെച്ചാൽ സോഴ്സ് ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് സ്റ്റോറേജ് റീജിയനിലേക്ക് കൊണ്ടുപോകുന്നു. അതിനെയാണ് നമ്മൾ സോഴ്സ് സിങ്ക് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഇതാണ് ഫ്ലോയത്തിൻ്റെ ഒരു സ്ട്രക്ചർ. ഫ്ലോയം ഫൈബേഴ്സും ഫ്ലോയം പാരൻകൈമിയും പിന്നെ സീവ് ട്യൂബും കമ്പാനിയൻ സെൽസും ആണ് ഉള്ളത്. അതിൽ സീവ് ട്യൂബ്സ് ആണ് മെയിനായിട്ട് ഈ ഒരു ട്രാൻസ്ലൊക്കേഷനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീവ് ട്യൂബിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് കമ്പാനിയൻ സെൽ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഫ്ലോയത്തിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോസസ്സ് പറയുന്നത്. അപ്പോൾ ആദ്യം അതിന് മുന്നേ ഇതിൽ ഈ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന റൗണ്ട് ഫുഡ് പാർട്ടിക്കിൾസ്, അതായത് ലീഫിലാണെങ്കിൽ മെയിൻലി ഗ്ലൂക്കോസ് ആയിരിക്കും. പിന്നെ യെല്ലോ കളറിലുള്ളത് വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് ആണ്. അപ്പം നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നോക്കാം. ഒന്നാമത്തത് ഗ്ലൂക്കോസ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ ലീഫ് ത്രൂ ഫോട്ടോസിന്തസിസ്. അതായത് പ്ലാന്റിൻ്റെ ലീഫിൽ കുറേ സെല്ലിൻ്റെ ഉള്ളിൽ കുറേ ഗ്ലൂക്കോസിന് ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്തിട്ടുണ്ട്. ആ ഗ്ലൂക്കോസിനാണ് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു സോഴ്സ് സിങ്ക് റിലേഷൻ പ്രോസസ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ഒരു ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് സോല്യബിൾ ആണ്, വാട്ടറിൽ അലിഞ്ഞു പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആ ഒരു ഗ്ലൂക്കോസ് എന്നുള്ള രൂപത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഗ്ലൂക്കോസിനെ നമ്മൾ സൂക്രോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ സൂക്രോസ് ഇൻസോല്യബിൾ ആണ്, സോല്യബിൾ അല്ല. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കി മാറ്റലാണ്. ഓക്കെ, അപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സൂക്രോസിനെയാണ് നമ്മളിനി ട്രാൻസ്ലൊക്കേഷൻ വഴി സ്റ്റോറേജ് റീജിയനിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സൂക്രോസ് ഈസ് ട്രാൻസ്ലൊക്കേറ്റഡ്. ആദ്യം ഈ ഒരു സൂക്രോസ്, ഇവിടെ ഇപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടായി, ആ ഗ്ലൂക്കോസിനെ സൂക്രോസിലേക്ക് മാറ്റി ആ സൂക്രോസിനെ നമ്മൾ സീവ് ട്യൂബിലേക്ക്, അതായത് ഫ്ലോയത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫ്ലോയത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് അവ പോകില്ല. അതുകൊണ്ട് തന്നെ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കണം ഈ ഒരു ട്രാൻസ്പോർട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കി ഈ സൂക്രോസിനെ എന്ത് ചെയ്യണം, സീവ് ട്യൂബിലേക്ക് മാറ്റണം. അതിന് എനർജി യൂസ് ചെയ്യണം. എനർജി യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ സൂക്രോസ് ഇപ്പോൾ സീവ് ട്യൂബിലേക്ക് എത്തി. ഇനി സീവ് ട്യൂബിൽ എത്തിയാലും അവിടെ ഈ ഒരു സൂക്രോസിനെ താനെ അതിന് വേണ്ട സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഓസ്മോസിസ് യൂസ് ചെയ്യുന്നത്. നമ്മളെ സീവ് ട്യൂബിൽ എന്തിൻ്റെ അളവാണ് കൂടുതൽ, സൂക്രോസിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അവിടെ വാട്ടറിൻ്റെ അളവ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് സൊല്യൂട്ട്, നമ്മളുടെ സൂക്രോസിൻ്റെ അളവ് കൂടുതലാണ്, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ അവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ വാട്ടർ എന്ത് ചെയ്യും, സൈലം വെസൽസിലെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് സൈലം വെസൽസ് ഉണ്ട്. ആ സൈലം വെസൽസിൽ നിന്ന് സീവ് ട്യൂബിലേക്ക് വെള്ളം വരും. ഏത് പ്രോസസ്സ് വഴിയാണ്, ഓസ്മോസിസ് വഴി. സൈലത്തിൽ വാട്ടർ കൂടുതലുണ്ട്, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സൈലത്തിൽ നിന്നും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ, അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അല്ലെങ്കിൽ സൂക്രോസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ സീവ് ട്യൂബിലേക്ക് വെള്ളം വരികയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ യെല്ലോ കളറിൽ
വാട്ടർ പാർട്ടിക്കിൾസ് ആണ്. പിന്നെ എന്തുണ്ട്, സൂക്രോസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു CV ട്യൂബിന്റെ ഉള്ളിൽ സൂക്രോസും ഉണ്ട്, വെള്ളവും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാകും. ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ ടെർഗർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളം വന്നു, കൂടുതൽ അളവിൽ വെള്ളമുണ്ട്, കൂടുതൽ അളവിൽ സുക്രോസും ഉണ്ട്. അപ്പോൾ അതെന്തുണ്ടാക്കും, ആ ഒരു സെല്ലിൽ ആകെ മൊത്തം ഒരു ടെർഗർ പ്രഷർ ഉണ്ടാക്കും. ഈ ഒരു ടെർഗർ പ്രഷർ കൊണ്ടാണ് ഈ ഒരു സൂക്രോസ് എല്ലാ സ്റ്റോറേജ് റീജിയനിലേക്കും എത്തുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന സൂക്രോസ് ടെർഗർ പ്രഷർ വഴി വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും പോകാം. എന്നിട്ട് എന്ത് എത്തും, സെല്ലിലേക്ക് എത്തും. ഓക്കെ, ഇതാണ് ഈ ഒരു ഫുഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്.